വമ്പൻ പ്രതീക്ഷയോടെ തിയേറ്ററിലേക്ക് എത്തിയ സിനിമാ പ്രേമികളെ നിരാശപ്പെടുത്തിയ മോഹൻലാൽ ചിത്രമാണ് വി.എ. ശ്രീകുമാർ സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ ഒടിയൻ. സിനിമ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുതൽ ഓരോ അപ്ഡേറ്റിനുമായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ചിത്രത്തിനു വേണ്ടി മോഹൻലാൽ ശരീരഭാരം കുറയ്ക്കുകയും പുത്തൻ മേക്ക് ഓവറിൽ എത്തുകയും ചെയ്തിരുന്നു. ഒടിയൻ ചെയ്തതിന്റെ പേരിൽ മോഹൻലാലും വി.എ. ശ്രീകുമാറും ഇപ്പോഴും പരിഹാസത്തിന് ഇരയാകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി മോഹൻലാൽ താടിയെടുത്ത് വന്ന സിനിമ ഒടിയൻ ആയിരുന്നു. മോഹൻലാൽ എന്നാണ് ഇനി താടിയെടുത്ത് അഭിനയിക്കുന്നത് എന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ. ഏറെക്കാലമായി മോഹൻലാൽ താടി വെച്ചാണ് ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. തങ്ങളുടെ പഴയ മോഹൻലാൽ ആകണമെങ്കിൽ താടിയെടുക്കണമെന്നാണ് പ്രേക്ഷക ആവശ്യം. ഇപ്പോഴിതാ ഇക്കാര്യത്തെപ്പറ്റി ശാന്തിവിള ദിനേശ് പറഞ്ഞതാണ് ശ്രദ്ധ നേടുന്നത്. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലായിരുന്നു സംവിധായകന്റെ പ്രതികരണം. ഒരു ദ്രോഹി കാരണം താടി വടിക്കേണ്ടി വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടേത് മാത്രമല്ല, മലയാളി പ്രേക്ഷകർ ഹതഭാഗ്യരായി പോയത് അതിനാലാണ്. താടി വെച്ച ഫോട്ടോകൾ കാണുമ്പോൾ നിങ്ങളെ കൊണ്ട് വേണ്ടാത്ത ജോലികൾ ചെയ്യിച്ച അയാളെ താൻ പ്രാകാറുണ്ട്. ഒരു നല്ല നടനെ നശിപ്പിച്ചതാണ്. മോഹൻലാലിന് ഇത്രയും ബുദ്ധിയില്ലായിരുന്നെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. താങ്കൾ വൃഷഭ എന്നൊരു പടം ചെയ്യുന്നു. എമ്പുരാൻ വരാൻ പോകുന്നു. എവിടെയൊക്കെയോ പോയി ഷൂട്ട് ചെയ്തെന്ന് പറയുന്നു. എമ്പുരാന്റെ 1ാം ഭാഗം പോലും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അത് ചിലപ്പോൾ എൻ്റെ വിവരക്കേട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരം സിനിമ കാണാനുള്ള സെൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പുറകെ ബറോസ് വരുന്നു. ശേഷം 200 കോടി ബജറ്റിൽ എപ്പിക് ആക്ഷൻ സിനിമ വരുന്നു. ഇതൊന്നുമല്ല മോഹൻലാലെ തൽക്കാലത്തേക്ക് ആവശ്യം. നിങ്ങൾ ജനപ്രിയമാകാവുന്ന ലൈറ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യൂ. നിങ്ങളെ ഇപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്, ശാന്തിവിള ദിനേശ് പറയുന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി മോശം സമയമാണ് എന്ന് വേണം പറയാൻ. വൻ ഹൈപ്പിൽ വരുന്ന സിനിമകൾ പോലും തിയേറ്ററിൽ പരാജയപ്പെടുകയാണ്. ഏറ്റവും അവസാനമായി ഇറങ്ങിയ മലൈക്കോട്ട വാലിബൻ നിരൂപക പ്രശംസ ഏറ്റുവാങ്ങുന്നുവെങ്കിലും പ്രേക്ഷകർ ട്രോളി കൊല്ലുകയാണ്. നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന സിനിമയിൽ മിലിറ്ററി ഉദ്യോഗസ്ഥനായി മോഹൻലാൽ എത്തിയ സീനിൽ വരെ താടി വടിച്ചിട്ടില്ലായിരുന്നു. ഒടിയനു വേണ്ടി പ്രായം കുറയ്ക്കാൻ വി.എ. ശ്രീകുമാർ നിർബന്ധിച്ച് താരം ബൊട്ടോക്സ് ഇഞ്ചക്ഷൻ വിധേയനായി എന്നും പറയപ്പെടുന്നു. എന്തായാലും താരം താടി വടിച്ച സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മോഹൻലാൽ ആരാധകർ.